നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രത്തെ മാറ്റി എഴുതിയ ആ സിനിമ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ സിനിമാ ശാലകൾക്ക് മുന്നിൽ ജനങ്ങളുടെ നീണ്ട നിര ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആ സിനിമ പ്രദർശനത്തിനെത്തിയപ്പോഴാണ്. മലയാള സിനിമയുടെ കച്ചവട സാധ്യതകൾ തുറന്നിട്ടതും ആ സിനിമയായിരുന്നു. 1951 പുറത്തിറങ്ങിയ മലയാള സിനിമയുടെ വാണിജ്യ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ആ സിനിമയാണ് ജീവിത നൗക. ജീവിത നൗക കാണാൻ പോകാൻ അച്ഛൻ 2 തരും. ജീവിത നൗക കണ്ടുവരുമ്പോൾ അമ്മ ചോറ് തരും. അക്കാലത്ത് മലയാളികൾക്കിടയിൽ തരംഗമായി തീർന്ന വരികളായിരുന്നു ഇത്. പിൻകാലത്ത് മലയാളികൾ പാടിയും പറഞ്ഞും നടന്ന കഥകൾക്ക് ജീവിത നൗകയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. 1950കളുടെ തുടക്കത്തിൽ മലയാള സിനിമകൾ കുറവായിരുന്നു. അക്കാലത്ത് ഏതെങ്കിലും പുരാണ കഥകളോ അല്ലെങ്കിൽ നാടകങ്ങളുടെ ചിത്രീകരണങ്ങളോ ആയിരുന്നു സിനിമയിലുണ്ടായിരുന്നത്. ജീവിത നൗക ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. സംവിധാനം നിർവഹിച്ചിരുന്നത് കെ വെമ്പു ആയിരുന്നു. ഇതിലെ പ്രധാന നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ, പ്രധാന നടി BS സരോജ. അക്കാലത്ത് സിനിമാ നിർമ്മാണം ഏറെ പ്രയാസകരമായിരുന്നു. സാങ്കേതിക ഉപകരണങ്ങളുടെ കുറവ്, സ്റ്റുഡിയോ സൗകര്യങ്ങൾ കുറവ്, ബജറ്റ് വളരെ കുറവ്. എങ്കിലും ഈ സിനിമ അപ്രതീക്ഷിതമായ സാമ്പത്തിക വിജയമാണ് അന്ന് നേടിയത്. ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം ഏതാണ്ട് ഇങ്ങനെയാണ്. കുടുംബ പശ്ചാത്തലത്തിലുള്ള നാടകീയമായ ഒരു കഥയാണ് ജീവിത നൗക കൈകാര്യം ചെയ്യുന്നത്. അതിസമ്പന്നമായ സാഹചര്യത്തിൽ വളർന്ന ഒരാളാണ് ഈ കഥയിലെ നായകൻ. നായിക സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി. നായകനും നായികയും അടുപ്പത്തിലാവുകയും പിന്നീട് അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. എന്നാൽ നായകന്റെ വീട്ടുകാർ ഈ വിവാഹത്തെ അംഗീകരിക്കാതിരിക്കുന്നതോടെ കഥ കൂടുതൽ സംഘർഷാത്മകമാകുന്നു. കഥാഗതിയിൽ അതീവ ഗൗരവകരമായ സംഘർഷങ്ങളാണ് പിന്നീട് അരങ്ങേറുന്നത്. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള നായകന്റെ കുടുംബാംഗങ്ങൾ ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. കടുത്ത അവഗണനയും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും ആ വീടിനുള്ളിൽ ആ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വരുന്നു. ചുരുങ്ങിയ ബജറ്റിലും ചുറ്റുപാടിലും ചിത്രീകരിച്ച ഈ സിനിമ ആഴത്തിലുള്ള സന്ദേശമാണ് സമൂഹത്തിന് കൈമാറുന്നത്. മനുഷ്യജീവിതം ഒരു നൗക പോലെയാണെന്നും കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ ദിശയെ നിയന്ത്രിക്കുന്ന വലിയൊരു ഘടകമാണെന്നുമാണ് ഈ സിനിമ നമ്മളോട് വിളിച്ചു പറയുന്നത്. നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ച് ഒടുവിൽ ഇരു കുടുംബങ്ങളും ഒന്നാവുന്നിടത്ത് സിനിമ പൂർണ്ണമാവുന്നു. അഭിനയ മികവാണ് ഈ സിനിമയുടെ പ്രത്യേകത. മലയാള സിനിമയിൽ സ്വാഭാവികമായ അഭിനയ രീതി കൊണ്ടുവന്നു എന്നുള്ളതാണ് തിക്കുറിശ്ശി സുകുമാരൻ നായരെ ശ്രദ്ധേയമാക്കുന്ന ഘടകം. ഈ സിനിമയിലൂടെ അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ പദവിക്ക് അർഹനായി. അന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം വർഷങ്ങളോളം സിനിമാശാലകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമായിരുന്നു ജീവിത നൗക. ഒരു മലയാള സിനിമ നിർമ്മിച്ചാലും സാമ്പത്തിക ലാഭം നേടാനാവുമെന്ന് തെളിയിച്ച ആദ്യത്തെ മലയാള സിനിമ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില രസകരമായ വസ്തുതകൾ പറയാതെ വയ്യ. രാജാപ്പാട്ട് ശൈലിയിലുള്ള സിനിമകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ജീവിത നൗക എന്ന സിനിമ വൻ വിജയം നേടിയത്. അങ്ങനെ മലയാളത്തിൽ കുടുംബ സിനിമകൾ നിർമ്മിക്കാനുള്ള ഊർജം പകർന്നുകൊണ്ടുള്ള ഒരു വിജയമായിരുന്നു ജീവിത നൗകയുടേത്. മാത്രമല്ല, സാധാരണ പ്രേക്ഷകരെ മലയാള സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും ജീവിത നൗക എന്ന ചിത്രമായിരുന്നു. കുടുംബസമേതം സിനിമ കാണൽ എന്ന ശീലത്തിലേക്ക് മലയാള പ്രേക്ഷകരെ എത്തിച്ചതും ജീവിത നൗകയാണ്. ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെയാണ് ജീവിത നൗക എന്ന മലയാള സിനിമ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയത്. വർഗപരമായ വ്യത്യാസത്തിന്റെ രാഷ്ട്രീയം ആദ്യമായി സിനിമയിലൂടെ പ്രചരിപ്പിച്ചത് ജീവിത നൗകയിലായിരുന്നു. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് എങ്കിൽ മറക്കാനാവാത്ത സംഭവങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളുമായി ചിത്രകൂടം എരലവയിൽ വീണ്ടും എത്തും. എരലവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആനത്തതയോളം വെണ്ണതരാമെടാ ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്